അമ്മ ഞാനൊന്ന് ടൗൺ വരെ പോയിട്ട് വരാം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. വേഗം വരാം. മോള് പോയിട്ട് വായോ? അതെ, പോയിട്ട് വരുമ്പോൾ ഈ വലുപ്പത്തിൽ ഇത്തിരി വലിയ പൊട്ടായാലും കുഴപ്പമില്ല. അമ്മയ്ക്ക് ഒരു പാക്കറ്റ് പൊട്ട് വാങ്ങിച്ചോളാം, കടയ്ക്ക് ഒരു സ്ലൈഡും വാങ്ങിച്ചോളൂ കേട്ടോ. അതൊക്കെ വാങ്ങിച്ചിട്ട് വരാം. പിന്നെ ഞാൻ ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവും. അപ്പം ഞാൻ പോണ കാര്യം പറഞ്ഞിട്ടില്ല. മീറ്റിങ്ങിന് ചിലപ്പോൾ കയറിയിട്ടുണ്ടാവും, അതായിരിക്കും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കണേ. അപ്പം വരികയാണെങ്കിൽ അമ്മ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. പിന്നെ ഇവിടെ അടുത്ത് കിടക്ക ടൗണിലേക്ക് പോകാനായിട്ട് ഇനി കെട്ടിയോനെ വിളിച്ച് പറഞ്ഞിട്ട് വേണം പോകാൻ. ആ ഉച്ചയ്ക്ക് ചോറിനാവാനായിട്ട് ഞാൻ ചോറ് എടുത്ത് കൊടുത്തോളാം. ഞാൻ അവനോട് കാര്യം പറഞ്ഞോളാം. മോള് പോയിട്ട് വാ. എല്ലാ കാര്യവും കെട്ടിയവരോട് ചോദിച്ചിട്ട് ചെയ്യുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കഷ്ടമാണ്. മോള് പോയിട്ട് വായോ. എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ. നീ വന്നാ? അമ്മയ്ക്ക് മനസ്സിന് ഭയങ്കര വിഷമാടാ. അവള് ടൗണിലേക്ക് ഇവിടുന്ന് ഒരു പോക്ക. അമ്മ ഇവിടെ ഉണ്ടായിട്ട് അമ്മോടൊരു വാക്ക് പോലും അവള് മിണ്ടിയില്ലടാ. ഞാൻ പിറകെ ചെന്ന് ചോദിച്ചു അവളോട് എവിടേക്കാ പോണേന്ന്. അപ്പൊ അവള് പറയും ഇതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ലാന്ന്. എൻ്റെ മോനോടെങ്കിലും ഒരു വാക്ക് വിളിച്ച് പറയാൻ പറഞ്ഞപ്പോ പറയാ പിന്നെ നിങ്ങളുടെ മോൻ ആരാന്ന്. അവളിങ്ങനെയൊക്കെ എന്താടാ ചെയ്യണേ? നല്ലൊരു മരുമോളാന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ എൻ്റെ മോളെ പോലെ സ്നേഹിക്കണേ. അവളിങ്ങനെയൊക്കെ പെരുമാറണേ. ഞാനിതിപ്പോ പറഞ്ഞു എന്ന് മാത്രം, മോൻ അറിഞ്ഞിരിക്കാൻ വേണ്ടി. ഇത് അവളോട് ചോദിക്കും പറയൊന്നും വേണ്ടാട്ടാ. അതേപോലെയുള്ള ഓരോ വീട്ടിലെ മരുമക്കളെ കാണണ എല്ലാ കാര്യങ്ങളും കെട്ടിയന്മാരോട് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞില്ലെങ്കിൽ വേണ്ട, നിന്നോട് പറയാലോ. ഇത് അതിന് പോലും കെട്ടിയന്മാർക്ക് പോലും വില വെക്കണില്ലാന്ന്. എന്താ ചെയ്യാല്ലേ ഇന്നത്തെ കാലത്തെ പെൺപിള്ളേരെ കൊണ്ട്? ആലോചിച്ചിട്ട് എനിക്ക് വയ്യ എൻ്റെ മോനെ. എൻ്റെ മോൻ്റെ വിധി.